പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ക്രിസ്മസ് ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കും. വൈകിട്ട് 6:30 ദില്ലിയിലെ CBCI സെന്ററിലാണ് ചടങ്ങ്. ഇന്ത്യൻ കത്തോലിക്ക സഭ ആസ്ഥാനത്ത് ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യ പരിപാടിയാണ് എന്നതും ശ്രദ്ധേയം. CBCI അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തടക്കമുള്ള പുരോഹിതർ ചടങ്ങിൽ പങ്കെടുക്കും. ദില്ലി സേക്രഡ് ഹാർട്ട് പള്ളിയിലും പ്രധാനമന്ത്രി അതിനുശേഷം സന്ദർശനം നടത്തിയേക്കും. മുൻപ് ഈസ്റ്റർ ദിനത്തിൽ മോദി സേക്രഡ് ഹാർട്ട് പള്ളി സന്ദർശിച്ചിരുന്നു. വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ ചേരുന്നു. ദില്ലി സേക്രഡ് ഹാർട്ട് പള്ളിയിലാണ് ഇപ്പോൾ നോബൽ മാരിക്കാരൻ ഉള്ളത്. നോബൽ, വെരി ഗുഡ് മോർണിംഗ് നോബൽ. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് വിഷസ്. എനിക്ക് തോന്നുന്നു ദില്ലി അടക്കം ക്രിസ്മസിന്റെ ഒരു വൈബിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നോബൽ നിൽക്കുന്ന ദില്ലി സേക്രഡ് ഹാർട്ട് പള്ളിയിലും വലിയ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. രാത്രി കരോളിൻ്റെയൊക്കെ ഒരു ക്ഷീണം ഉണ്ടെങ്കിലും ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി ദില്ലി സേക്രഡ് ഹാർട്ട് പള്ളിയിലും കൂടുതൽ വിശ്വാസികൾ എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. എന്തൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും പ്രധാനമന്ത്രിയുടെ ഈവനിംഗ് പ്രോഗ്രാം? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. എന്താണെങ്കിലും പ്രധാനമന്ത്രി ഇന്നും ദില്ലിയിൽ സേക്രഡ് ഹാർട്ട് പള്ളിയിലേക്ക് എത്തുകയാണ്. ഒരു ഈസ്റ്റർ ദിനത്തിൽ പ്രധാനമന്ത്രി ഇവിടെ എത്തിയത് വലിയ തരത്തിൽ വാർത്തയായിരുന്നു. പ്രത്യേകിച്ച് മണിപ്പൂർ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തായിരുന്നു അന്ന് പ്രധാനമന്ത്രി സന്ദർശനം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ദില്ലിയിലെ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്തിന് മുന്നിലാണ്. സേക്രഡ് ഹാർട്ട് പള്ളിക്ക് തൊട്ട് അടുത്ത് തന്നെയാണ് ഈ ആസ്ഥാനം ഉള്ളത്. പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ആദ്യം ഇങ്ങോട്ടാണ് എത്തുന്നത്. ഇവിടെ വെച്ചാണ് ഈ CBCIയുടെ ക്രിസ്മസ് ആഘോഷം, ക്രിസ്മസ് വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. ഏറെക്കുറെ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സുരക്ഷാ ഒരുക്കങ്ങൾ മൊത്തം പൂർത്തിയാക്കി ഗേറ്റ് അടച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സുരക്ഷാ മുന്നൊരുക്കങ്ങളും ഇന്നലെ രാത്രി തന്നെ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട ആളുകൾ മാത്രം, അതായത് ക്ഷണിക്കപ്പെട്ട പ്രധാന അതിഥികൾക്ക് മാത്രമാണ് ഇവിടെ ക്ഷണം ഉള്ളത്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ ഒരു ചെറിയ പന്തലിട്ട ഒരു സ്ഥലം കാണാൻ കഴിയും. ഇവിടെയാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുന്നു. വൈകിട്ട് 6 മണിയോടെ പ്രധാനമന്ത്രി, 6 മണിക്ക് ശേഷം പ്രധാനമന്ത്രി ഇങ്ങോട്ട് എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ഉള്ളത്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഫ്ലെക്സുകളും അത്തരത്തിൽ സ്വീകരിക്കാൻ വേണ്ട നടപടിക്രമങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ആൻഡ്രൂസ് താഴത്ത് ആർച്ച് ബിഷപ്പ്, അതോടൊപ്പം തന്നെ ബിഷപ്പ് ജോസ് മാർ തോമസ്, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മതമേലധ്യക്ഷന്മാർ എല്ലാം ഇവിടെ എത്തുന്നുണ്ട്, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കർദിനാൾ മാർ ജോർജ് കൂവക്കാട് അടക്കമുള്ള ആളുകൾ ഇന്ന് ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. പലരും ഇതിനോടകം തന്നെ ഇവിടെ ഇതിനകത്താണ് താമസമുള്ളത്. പക്ഷേ രാവിലെ ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് പലരും പുറത്തേക്ക് ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും ഇറങ്ങിയിട്ടില്ല. തൊട്ടടുത്ത് തന്നെ, അതായത് CBCIയുടെ ആസ്ഥാനത്തിൽ തൊട്ടടുത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതാണ് ഗോൾഡക്കാനിലെ ഏറ്റവും പ്രശസ്തമായ സേക്രഡ് ഹാർട്ട് പള്ളി എന്നുള്ളത്. ഇവിടെ നേരത്തെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ ദില്ലിയിലേക്ക് ഒരു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഒരു വൈബൊക്കെ ഏറെക്കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ എത്തിയതാണ്. നമുക്ക് പള്ളിയുടെ പ്രധാന കവാടത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പള്ളികൾ എങ്ങനെയാണോ അലങ്കരിക്കുന്നത് അതുപോലെ തന്നെ അലങ്കരിച്ചിരിക്കുന്ന വലിയ ഒരു നക്ഷത്രം കാണാൻ കഴിയും. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പ്രത്യേക കുർബാനയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റ് ക്രിസ്മസിൻ്റെ മറ്റ് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ക്രിസ്മസിന് മുൻപുള്ള അവസാനത്തെ ഞായറാഴ്ച കൂടിയായിരുന്നു. എന്താണെങ്കിലും ഇന്നലെ നമുക്ക് ഈ പള്ളിയിലേക്കാണ് അതിനുശേഷം മോദി എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഈസ്റ്റർ ദിനത്തിലും ഇതുപോലെ മുൻപ് പ്രധാനമന്ത്രി ഈ സേക്രഡ് ഹാർട്ട് പള്ളി സന്ദർശിക്കുകയും ഇവിടുത്തെ പുരോഹിതന്മാരായി കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പള്ളിയിലേക്ക് കൃത്യമായി പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ക്ഷണം ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു കണക്കും ഒപ്പം ആളുകളുടെ വിവരങ്ങളൊക്കെ ഇതിനോടകം തന്നെ ദില്ലി പോലീസും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സുരക്ഷാ വിഭാഗമൊക്കെ ശേഖരിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പള്ളിക്ക് മുന്നിലായി തന്നെ നമുക്ക് ഒരു വലിയ ക്രിസ്മസ് ട്രീയും അതോടൊപ്പം പുൽക്കൂടും ഒക്കെ കാണാൻ കഴിയുന്ന അത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും പ്രധാനമന്ത്രി സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ സന്ദർശനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് രാജ്യത്ത് പലയിടത്തും ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നേരെ വലിയ തരത്തിലുള്ള ആക്രമണമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലാണെങ്കിലും അല്ലെങ്കിൽ മധ്യപ്രദേശിലൊക്കെ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യമാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടി ക്രിസ്ത്യൻ സമൂഹത്തെ ഒപ്പം നിർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ, അത്തരത്തിലൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. കേരളം അടക്കമുള്ള സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഒരു വോട്ട് BJP ലക്ഷ്യം വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരിലൊക്കെ ഉണ്ടായ വിജയത്തിന് പിന്നിൽ മുൻപ് നടത്തിയ പല പ്രവർത്തനങ്ങളുടെയും ഒരു ഫലം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലുമുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി
എന്താണെങ്കിലും ഇന്നിപ്പോൾ CBCI ആസ്ഥാനത്തെ ക്രിസ്മസ് വിരുന്നിലേക്ക് എത്തുന്നത്. പ്രധാനപ്പെട്ട മതമേലധ്യക്ഷന്മാരൊക്കെയായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇവിടെ വെച്ച്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിലെ ക്രിസ്മസ് ആഘോഷത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ചയും അതോടൊപ്പം തന്നെ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ് പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഒരുപക്ഷെ നാളെ ഈ സേക്രഡ് ഹാർട്ട് പള്ളി സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും. മനോഹരമായ പള്ളി അങ്കണമാണ് അല്ലേ? നമ്മൾ സാധാരണ പാലയിലും കോട്ടയത്തും ഒക്കെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന നല്ല മനോഹരമായ പള്ളി പോലെയാണ് ദില്ലിയിലെ പള്ളി അങ്കണം. മാത്രമല്ല ഇപ്പോൾ നോബൽ നിൽക്കുന്നത് ദില്ലിയിലാണെന്ന് പറയില്ല. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ദില്ലിയുടെ ഒരു ഫ്രെയിം അല്ല, ഒരു കേരളത്തിന്റെ ഫ്രെയിം ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ നോബൽ? തീർച്ചയായും നമ്മുടെ നാട്ടിലെ പള്ളികളൊക്കെ ഏത് തരത്തിലാണോ അലങ്കരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിപ്പോൾ രാവിലെ അല്പം വെളിച്ചം എത്തിയതിനു ശേഷമുള്ളൊരു കാഴ്ചയായതുകൊണ്ടാണ്. അല്പം ഇരുട്ടാണെങ്കിൽ ഈ ലൈറ്റുകളൊക്കെ പൂർണ്ണമായും തെളിഞ്ഞ് വളരെ ദീപാലങ്കൃതമായ ഒരു പള്ളി, അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ അലങ്കരിച്ച ഒരു പള്ളി തന്നെയാണ് ഇത്. ഇപ്പോൾ പകൽവെട്ടമായതുകൊണ്ട് നമുക്ക് ആ ലൈറ്റുകൾ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പൂർണ്ണതമായൊരു ദൃശ്യങ്ങളിലേക്ക് എന്താണെങ്കിലും എത്താൻ കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കി അത്തരത്തിൽ നാട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പള്ളികൾ ഏത് തരത്തിൽ ഒരുങ്ങുന്നു അതുപോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കൂടും അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് രൂപങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇതൊക്കെ ഈ ക്രിസ്മസ് ദിനത്തിൽ പ്രത്യേകമായി ഇവിടെ എത്തിച്ച് അത്തരത്തിൽ അലങ്കരിച്ചിരിക്കുന്നതാണ്. എന്താണെങ്കിലും പ്രധാനമന്ത്രി പള്ളിക്ക് അകത്ത് കയറി അവിടെയും അല്പനേരം ചെലവഴിച്ച് ഒപ്പം പ്രധാനമന്ത്രി ക്രിസ്മസ് സന്ദേശവും നമ്മൾ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ പ്രധാനമന്ത്രി ഈ വർഷത്തെ ക്രിസ്മസ് സന്ദേശം ഉണ്ടാകാൻ പോകുന്നത് ഒരു പക്ഷേ ഈ സേക്രഡ് ഹാർട്ട് പള്ളിയിൽ നിന്നാകാനുള്ള സാധ്യതയും ഉണ്ട്. നമുക്ക് കാത്തിരിക്കാം. വൈകുന്നേരം പ്രധാനമന്ത്രി സേക്രഡ് ഹാർട്ട് പള്ളിയിൽ നിന്ന് ക്രിസ്മസ് ദിനാശംസകൾ നേരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നോബൽ ബാരിക്കാരനാണ് നമുക്കൊപ്പം ചേർന്നത്. നോബൽ ഇപ്പോൾ നിൽക്കുന്ന ആ പള്ളി കണ്ടാൽ കേരളത്തിലെ ഏതോ ഒരു പള്ളിയാണെന്ന് വിചാരിക്കും. ഭരണങ്ങാനം പള്ളിയും കോട്ടയത്തെ പള്ളിയും പാലായിലെ പള്ളിയൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. അതുപോലൊരു പള്ളിയാണ്. അതിനേക്കാൾ നല്ല രസമുണ്ട് അതിന് മുൻപിൽ നിൽക്കുന്ന സമയത്ത്. പ്രത്യേകിച്ച് ഈ തണുത്തുറഞ്ഞ പ്രഭാതത്തിൽ ക്രിസ്മസ് കരോളൊക്കെ ആഘോഷിക്കാനെത്തുമ്പോൾ സേക്രഡ് ഹാർട്ട് പള്ളിയിലെ ആ കാഴ്ച മനോഹരമാണ്. ഇന്ന് വൈകുന്നേരം പ്രധാനമന്ത്രി എത്തുന്നുണ്ട്. ഏറെ ശ്രദ്ധേയമായ കാര്യം ഈസ്റ്ററിനും പ്രധാനമന്ത്രി എത്തിയിരുന്നു. അപ്പോൾ താങ്ക് യു നോബൽ. എനിക്ക് തോന്നുന്നു നോബലും ക്രിസ്മസിൻ്റെ ഒരു വൈബിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ്. നമ്മുടെ ഡൽഹിയിലെ മലയാളികൾക്കും എല്ലാവർക്കും ഒരു ക്രിസ്മസ് ദിനാശംസ നേരുകയാണ് അഡ്വാൻസ് ആയിട്ട് തന്നെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രധാനമന്ത്രി എന്തായാലും സേക്രഡ് ഹാർട്ട് പള്ളിയിലേക്ക് എത്താൻ പോകുന്നു. ഡൽഹിയിലെ മലയാളികളും ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് പിന്നെ നമ്മളെന്തിനാണ് കുറയ്ക്കുന്നത്? നമ്മളും ഇന്ന് ആഘോഷിക്കാൻ പോവുക.